ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രീനാസ് വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗ്രീന. നമ്മൾ ഇന്നലെ സൂര്യാസ്തമയത്തോട് കൂടിയിട്ട് ഹംപിന്ന് ബദാമിയിലേക്ക് വന്നു. ബദാമിയിൽ ഞങ്ങൾ രാജസംഗമ ഇൻ്റർനാഷണൽ ഹോട്ടലിലാണ് താമസിച്ചത്. അപ്പം ആ കാഴ്ചകളൊന്നും കാണിക്കാറുന്നത് രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം നല്ലൊരു ഹോട്ടലായിരുന്നു അത്. ഭയങ്കര റീസണബിൾ റേറ്റ്, അതായത് ഒരു 1500 രൂപ 2 നൈറ്റിന് ഞങ്ങൾക്ക് അവിടെ താമസിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, സിറ്റിയുടെ ഒത്ത നടുക്കായിരുന്നു. പിന്നെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. സോ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഹോട്ടലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഐഹോളിലേക്ക് പോവുകയാണ്. നമ്മൾ ബദാമി കവർ ചെയ്യും, അത് പക്ഷേ ഐഹോളൊക്കെ കണ്ടിട്ട് നമുക്ക് ഐഹോള് മാത്രമല്ല മറിച്ച് പട്ടടക്കൽ കണ്ടതിന് ശേഷം നമുക്ക് ബദാമി കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് ഐഹോളിലെ കാഴ്ചകളിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഉത്സവമാണ് കേട്ടോ ഇവിടുത്തെ. ഐഹോളെ എന്ന പേരിൻ്റെ പിന്നിൽ ഒരു രസകരമായ ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ. മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ ക്ഷത്രിയ രാജാക്കന്മാരെ എല്ലാം വധിച്ചിട്ട് ഈ അദ്ദേഹത്തിൻ്റെ മഴു കഴുകാനായിട്ട് മലപ്രഭ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ നദിയിലാണ് വന്നത്. അപ്പോൾ ആ നദിയിൽ വെച്ചിട്ട് ഈ ബ്ലഡ് കഴുകി കളഞ്ഞപ്പോൾ ആ റിവർ ഇൻസ്റ്റൻ്റായിട്ട് റെഡായി മാറി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നൊരു അത് കണ്ടുകൊണ്ട് വന്നൊരു ലോക്കൽ ലേഡി ഐഹോളെ എന്ന് പറഞ്ഞിട്ട് സ്ക്രീം ചെയ്തു. അതായത് ഓ വാ റെഡ് റിവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് ഈ ഐഹോളയ്ക്ക് ഐഹോളെ എന്ന് പേര് വന്നത്. നമ്മളിപ്പോൾ ഐഹോളയിൽ എത്തിയിട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ എണ്ണം കണ്ടിട്ട് നല്ല ആളുണ്ടെന്ന് തോന്നുന്നു. സോ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പം 2 സൈഡിലും ചേച്ചിയും ചേട്ടന്മാരും ഇരുന്നിട്ട് ഫലങ്ങളൊക്കെ വിൽക്കുവാണ്. സോ അതിൻ്റെ ഇടയ്ക്കിടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്ക്. സോ ഇതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ഐഹോളിലെ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചേഴ്സൊക്കെ കാണാനായിട്ട് പോവാണ്. സ്റ്റിക്ക് ഇവിടെ കയറ്റാൻ പറ്റത്തില്ല എന്നുള്ളത്. ക്യാമറ അലൗഡാണ്, വീഡിയോ അലൗഡാണ്, പക്ഷേ സെൽഫി സ്റ്റിക്ക്, അതായത് ഞാൻ പിടിച്ചിരിക്കുന്ന സ്റ്റാൻഡ് പറ്റത്തില്ല എന്നുള്ളത്. എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഏതാ സ്ഥലം എനിക്ക് വെയിലായിട്ടൊന്നും കാണാറില്ല. ചാലൂക്യാസിൻ്റെ ഒക്കെ കാലഘട്ടത്തിലുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന എല്ലാ ആർക്കിടെക്ചേഴ്സും സാൻഡ് സ്റ്റോണും കൊണ്ടാണ് കേട്ടോ പണിഞ്ഞിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ ഈ മോണുമെൻറ്റ്സ് ഒക്കെ കാണാനായിട്ട്. നന്നായിട്ട് ഇവർ മെയിൻറ്റെയിനും ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് എടുത്തു പറയണം. കാരണം അത്രയ്ക്ക് നന്നായിട്ടാണ് ഗാർഡനിങ് ആയാലും എന്തായാലും അത്രയ്ക്ക് നന്നായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അതുകൂടെയാണ് കേട്ടോ ഈ ഒരു ആർക്കിടെക്ചേഴ്സിന് ഭംഗി ഒന്നുകൂടെ കൂട്ടുന്നത്. ഐഹോളയിൽ ഏകദേശം 120 ചെറിയതും വലുതുമായ ക്ഷേത്രമാണ് കേട്ടോ ഉള്ളത്. ഐഹോളെ, പട്ടടക്കൽ, ബദാമി എന്നിവയുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ അത് 4ാം സെഞ്ചുറി മുതൽ 12ാം സെഞ്ചുറി വരെയുള്ള കാലഘട്ടത്തിൻ്റെ കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ചാലൂക്യ ഡൈനാസ്റ്റിയാണ് ഇവ നിർമ്മിച്ചത്. ഇപ്പം ഐഹോളിൻ്റെ മാത്രം കാര്യം എടുക്കുകയാണെങ്കിൽ ചാലൂക്യ ഡൈനാസ്റ്റിയുടെ ഫസ്റ്റ് ക്യാപിറ്റലായിരുന്നു ഐഹോളെ. ചാലൂക്യാസ് ആർക്കിടെക്ചറിനെ വളരെയധികം എൻകറേജ് ചെയ്തിരുന്ന ആൾക്കാരാണ്. അത് നമുക്ക് ഇവിടുത്തെ ഓരോ കൊത്തുപണി കാണുമ്പോഴും നമുക്കത് മനസ്സിലാവും. ചാലൂക്യർ അവരുടെ ഇനിഷ്യൽ കാലഘട്ടത്തിൽ അവർ വൈഷ്ണവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഐഹോളയിലുള്ള എല്ലാ അമ്പലങ്ങളിലും വിഷ്ണു പ്രതിഷ്ഠയാണുള്ളത്. ചാലൂക്യ ഡൈനാസ്റ്റിക്ക് മുമ്പ് തന്നെ, അതായത് ആദിമ മനുഷ്യൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ മനുഷ്യവാസം ഉണ്ടായതായിട്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ചാലൂക്യ ഡൈനാസ്റ്റിയാണ് ഇത് പണിയിപ്പിച്ചതെങ്കിലും അതിനുശേഷം അവരെ തോൽപ്പിച്ചുകൊണ്ട് ഗുപ്ത ഡൈനാസ്റ്റിയും പിന്നെ ഡൽഹി സുൽത്താനേറ്റും ഇവിടെ ആധിപത്യം ഉറപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ആദിൽ ഷാ ഡൈനാസ്റ്റി, ഹൈദരാലിയും ടിപ്പു സുൽത്താനും ഒക്കെ ഇതുവഴി കടന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഔറംഗസീബും പിന്നെ അവസാനം ബ്രിട്ടീഷ് കാരും ഇവിടെ തൻ്റെ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ ചാലൂക്യൻ ഡൈനാസ്റ്റിയുടെ മാത്രം കയ്യൊപ്പുകളല്ല, മറിച്ച് ഈ ഇവരുടെ എല്ലാവരുടെയും തന്നെ കയ്യൊപ്പുകൾ നമുക്ക് ഈ ഒരു ഐഹോളയിൽ കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഈ ചാലൂക്യന്മാർ അമ്പലങ്ങളാണ് പണിഞ്ഞെങ്കിൽ അതിനുശേഷം വന്നവർ ഈ അമ്പലങ്ങളെ തൻ്റെ കോട്ടകളാക്കി, അതുപോലെ തന്നെ ആയുധങ്ങൾ സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളാക്കി, പിന്നെ എന്താ പറയുക,
സൈനികർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കി ഈ അമ്പലങ്ങളിൽ. അങ്ങനെ ഈ ഒരു അമ്പലങ്ങൾ എന്ന് പറയുമ്പോൾ അമ്പലങ്ങൾ മാത്രമായി നിലനിൽക്കാതെ വളരെയധികം എന്താ പറയുക, വേറെ വേറെ കുറേ കാര്യങ്ങളിലേക്കും കൂടെ ഈ ഒരു അമ്പലങ്ങൾ ഉപയോഗിക്കപ്പെട്ടു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് ഈ ഒരു ചരിത്രം ഈ ഐഹോളയിൽ അവസാനിക്കുന്നത്. പിന്നെ സ്വാതന്ത്ര്യ ശേഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിനെ ഏറ്റെടുക്കുകയും നല്ല രസമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും കൊണ്ടുപോവുകയാണ്. ഇതാണ് ഐഹോളയിലെ ഈ ഒരു ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ടെമ്പിൾ ലാറ്റ്കാൻ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ലാറ്റ്കാൻ ടെമ്പിൾ എന്ന പേര് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ ഇൻവേഷൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു അല്ലേ. ബീജാപ്പൂരിൻ്റെയൊക്കെ ഇൻവേഷൻസിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് ബീജാപ്പൂർ ഇവിടെ ആധിപത്യം ഉറപ്പിച്ചപ്പോൾ അവരുടെ ഒരു ജനറൽ ആയിട്ടുള്ള ലാറ്റ്കാൻ ഈ ഒരു അമ്പലത്തെ ലാണ് താമസിച്ചത്. അങ്ങനെയാണ് ഈ അമ്പലത്തിന് ലാറ്റ്കാൻ എന്ന് പറയുന്ന ടെമ്പിളിന് പേര് വന്നത്. അതുപോലെ തന്നെ ആദ്യം ഇതൊരു വിഷ്ണുവിൻ്റെ ടെമ്പിൾ ആയിരുന്നെങ്കിൽ പിന്നീട് ഇപ്പോൾ അത് ശിവന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ടെമ്പിളായിട്ട് മാറി. ഈ അമ്പലങ്ങളെല്ലാം നിർമ്മിച്ചത് ഒരു 5-ാം നൂറ്റാണ്ട് സമയത്താണ്. അന്നത്തെ കാലത്തെ ലൈറ്റിംഗ് സിസ്റ്റമാണ് കേട്ടോ ഇത്. ശരിക്കും നമ്മുടെ സ്റ്റേഡിയത്തിലൊക്കെ കാണുന്ന ലൈറ്റ് പോലും ഇല്ലേ, എനിക്ക് അങ്ങനെയാട്ടോ തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? ഇവിടെ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കൊത്തുപണിയൊക്കെ ആയാലും. അപ്പം അതൊന്ന് ക്ഷമിച്ചേക്കാം. ഞാൻ ശ്രമിക്കാം കേട്ടോ, നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക വെട്ടത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. കണ്ടോ, അതാണ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ. കണ്ടോ, കിട്ടി. ഓക്കെ, കാരണം അവിടെ നിന്ന് നോക്കിയപ്പോൾ ലൈറ്റ് വരുന്നില്ല. ഇത് കണ്ടോ ഇപ്പോൾ ഇങ്ങനെ. പക്ഷെ അന്നേരം എൻജിനീയറിങ് സ്കിൽസാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തിരുന്ന് തന്നെ നന്നായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞു കേട്ടെ. So actually, sir, this one actually Chakra temple. Chakra. Chakra is open with chakras actually. Avla design, Amlaka design. Okay. This is a North Indian style, Chakra. North Indian style. North Indian style actually, sir. That one, sir, actually textbook and Google में Badiga temple. Badiga means door frame, window frame, carpenter. Carpenter. Actually, door frames actually design is a stone. Okay. This people live in the temple. Original name Sun Temple. Sun temple. Actually Sikha and Kadamba styles actually. So pyramid type actually Kadamba style. Kadamba style. But actually Amlaka design, Avalaka design, North India style. Actually sir, Dravidian style Chaukayan. Chaukayan. Temple style. So ഈ ക്ഷേത്രത്തിൻ്റെ പേരാണ് ഗൗഡ ടെമ്പിൾ. അതിൻ്റെ ഒറിജിനൽ പേര് എന്ന് പറയുന്നത് ഭഗവതി ക്ഷേത്രം എന്നാണ് കേട്ടോ. that one completed actually the Northern temple. Just one model actually. Next one completed this temples actually. This one. ഈ ജനലിലെ കൊത്തുപണിയൊക്കെ നോക്കിക്കുക, നല്ല രസമില്ലേ? ഒരു ഫ്ലവർ ഡിസൈൻ പോലെയില്ലേ അതൊക്കെ കാണാൻ? Fish design. Fish design. Oh, fish. ഫിഷ് ഡിസൈൻ. ഓ ഓക്കെ. ഇത് ഇവിടെ നമ്മൾ കാണുന്നത് 2 ചാരിയറ്റ്സ് ആണ് കേട്ടോ. ഈ ഹംപിയിലൊക്കെ ഉണ്ടായിരുന്ന രഥങ്ങളുടെ ഒരു ആദ്യ പതിപ്പാണ് ഈ ഒരു ചാരിയറ്റ് എന്ന് പറയുന്നത്. ചാലൂക്യാസ് സൂര്യഭഗവാനെയും ചന്ദ്രഭഗവാനെയും വളരെയധികം റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അമ്പലത്തിന് മുമ്പിൽ അർദ്ധചന്ദ്രൻ്റെ ഒരു എന്താ പറയുക സ്റ്റോണുണ്ട്. അപ്പം ആ സ്റ്റോണിനെ നമസ്കരിച്ചിട്ട് മാത്രമേ രാജാവ് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുകയുണ്ടായിരുന്നുള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ പേര് സൺ ടെമ്പിൾ എന്നാണ് കേട്ടോ. ഉള്ളിൽ ലൈറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ആ സ്റ്റാച്ചുവിനെ ഷൂട്ട് ചെയ്യുന്നത്. ഗൈഡ് ഗൈഡൻ നമുക്ക് എന്താ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, ഇതൊരു സൺ ദേവതയുടെ സ്റ്റാച്ചു ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റാച്ചുവിനകത്ത് പല രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്. അതായത് നവഗ്രഹങ്ങൾ അല്ലെങ്കിൽ 9 പ്ലാനറ്റ്സ്, അതുപോലെ തന്നെ 7 ഡേയ്സ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായ ഉഷയും ചായയും. ഉഷ എന്ന് പറയുന്നത് ഏർലി മോർണിംഗും ചായ എന്ന് പറയുന്നത് ഈവനിങ്ങുമാണ്. അപ്പോൾ ഇവർ 2 പേരുടെയും റെപ്രസെൻറ്റേഷൻസ് ഒക്കെ ഈ ഒരു സ്റ്റാച്ചുവിലുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത്, കൊണാർക്ക് പ്ലേസിലുള്ള സൺ ടെമ്പിളിൻ്റെ ആ ഒരു സ്റ്റാച്ചുവിൻ്റെ റെപ്ലിക്ക, അല്ലെങ്കിൽ ആ സ്റ്റാച്ചുവിൻ്റെ മുമ്പുള്ളതാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് ആ ഒരു സ്റ്റാച്ചുവിൻ്റെ പോലെ തന്നെയുള്ളൊരു സ്റ്റാച്ചുവാണ് ഈ ഒരു സ്റ്റാച്ചു എന്ന് പറയുന്നത്.
ഞങ്ങൾ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ചാണ് ഇത് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞില്ലായിരുന്നു. ഞങ്ങൾക്ക് കാണാനും ഭയങ്കര പ്രയാസമായിരുന്നു. എന്നാൽ ആ ചേട്ടൻ പറഞ്ഞു കുറച്ച് പുറകോട്ട് ഇറങ്ങി നിന്നിട്ട് ഒരു പ്രത്യേക ഭാഗത്ത് നിന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൺ ടെമ്പിളിലെ ആ സ്റ്റാച്ചു നന്നായിട്ട് കാണാൻ പറ്റുമെന്ന്. ഞങ്ങൾ അത് പ്രകാരം നോക്കിയപ്പം നിങ്ങൾക്ക് കാണാം, നല്ല ഭംഗിയായിട്ട് തന്നെ അത് ആ ഒരു സ്റ്റാച്ചു നമുക്ക് കാണാൻ സാധിച്ചു. ഇതെന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ഒരു എന്താ പറയുക എൻജിനീയറിങ് സ്കിൽസിൻ്റെ മികവെന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ അവരുടെ ഒരു എന്താ പറയുക ബുദ്ധി വൈഭവം എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമാണ്. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടോ. metals metal joint करता sir, internal locking systems actually पहला actually no cementing 1005 back മെറ്റൽ വെച്ചിട്ടാണ് അത് ജോയിന്റ് ചെയ്തേക്കുന്നത്. 5 century 5 century actually sir joint മെറ്റൽ ജോയിന്റ് ചെയ്തിട്ടാണ് ഇത് ജോയിന്റ് ചെയ്തേക്കുന്നത്, സിമെന്റ് ഒന്നും ഉപയോഗിക്കാതെ. സംഭവിക്കണം. ദിസ് ഈസ് വൈ ഐ ലൈക്ക് ഹിസ്റ്ററി. ഈ കാണുന്ന മണ്ഡപം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ളത് സ്റ്റോണാണ്, പക്ഷേ നമുക്ക് കാണുമ്പോൾ വുഡായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ അത് മങ്ങിയതുകൊണ്ട് അത്ര നമുക്ക് ക്ലിയർ അല്ല, എന്നാലും അതൊരു വുഡിൻ്റെ ഒരു പോലെയാണ് നമുക്ക് തോന്നുക. ഈ ക്ഷേത്രത്തെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നൈദ ടെമ്പിൾ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് ദിവ്യകുട്ട എന്നാണ്. ഞാൻ പറയുന്നതൊക്കെ എന്താ പറയുക പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാനിതിപ്പോൾ കേട്ട് പറഞ്ഞതായതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല കേട്ടോ ഈ പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന്. അപ്പോൾ ഇതിനെ ദിവ്യകുട്ട ടെമ്പിൾ എന്ന് പറയാൻ കാരണം 2 പ്രതിഷ്ഠയാണ് ഈ ഒരു അമ്പലത്തിലുള്ളത്. ഒന്ന് ശിവൻ്റെയും മറ്റത് വിഷ്ണുവിൻ്റെയും. അപ്പോൾ ഇപ്പോൾ ആ പ്രതിമകളെല്ലാം ലോക്കൽ മ്യൂസിയത്തിലാണുള്ളത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ചൗക്ക അതുപോലെ തന്നെ ദ്രാവിഡ സ്റ്റൈൽ ആർക്കിടെക്ചേഴ്സിൻ്റെ ഒരു മിക്സ്ചറാണ് കേട്ടോ. ഈ ടെമ്പിളിനെ സ്മോൾ കോട്ടേജ് ടെമ്പിൾ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 6th സെഞ്ച്വറിയിൽ പണി കഴിപ്പിച്ച ഒരു ടെമ്പിളാണ് കേട്ടോ. നമ്മുടെ ബേലൂരും അലിബിഡും ഒക്കെ ഉള്ള ക്ഷേത്രങ്ങളിലുള്ള തൂണില്ലേ, അത് അതിൻ്റെ ആദ്യ മാതൃകയാണ് ഈ കാണുന്ന തൂണ് കേട്ടോ. ഈ പില്ലേഴ്സൊക്കെ ഒറ്റക്കല്ലിൽ തീർത്തതാണ് കേട്ടോ. നമ്മളിനി കാണാൻ പോകുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ഒരു കോംപ്ലക്സിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ്. ഇവിടെ വരുന്നവരൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ക്ഷേത്രം എന്താ ആ കാണുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ക്ഷേത്രം കണ്ടിട്ട് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി എവിടെയെങ്കിലും വെച്ച് കണ്ട ഒരു പരിചയം തോന്നുന്നുണ്ടോ? തോന്നണമല്ലോ, തോന്നാതെ ഒരു വഴിയില്ല. നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ഇന്ത്യൻ പാർലമെൻറ്റും ഈ ക്ഷേത്രവും തമ്മിൽ എന്തെങ്കിലും ഒരു സാമ്യം തോന്നുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ സ്ട്രക്ചറിലാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് പണിഞ്ഞിരിക്കുന്നത്. ഞാനും നിങ്ങളെപ്പോലെ അത്ഭുതപ്പെട്ടു ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ശരിയാണല്ലോ എന്ന് വിചാരിച്ചത്. ഈ പാർലമെൻറ്റ് വരെ ഇതിന് കോപ്പി അടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ഞാൻ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇതുവരെ ഇതിൻ്റെ പേര് പറഞ്ഞില്ല അല്ലേ. ഇതിൻ്റെ പേര് ദുർഗ ടെമ്പിൾ എന്നാണ്, അല്ലെങ്കിൽ ദുർഗ ഫോർട്ട് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒറിജിനലി സൺ ടെമ്പിൾ ആയിരുന്നു, സൺ ഗോഡിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് ദുർഗയുടെ ഒരു പ്രതിഷ്ഠയില്ല, പക്ഷേ ഇത് പിൽക്കാലത്ത് ഒരു ഫോർട്ടായിട്ട് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ദുർഗ ഫോർട്ട് അല്ലെങ്കിൽ ദുർഗ ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ഓ, ഇത് അതിൻ്റെ മുകളിലിരുന്നതാണ്, പക്ഷെ അത് താഴെ ചാടിപ്പോയി ഇപ്പോൾ. പിന്നെ ഈ ക്ഷേത്രം ഒരു യു ഷേപ്പിലാണുള്ളത്. അതുപോലെ ഒരു നോർത്ത് ഇന്ത്യൻ ആർക്കിടെക്ചറാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അതായത് ആംലക് ഡിസൈനാണ് ഇതിൽ വരുന്നത് കേട്ടോ. ആ ദുർഗ ടെമ്പിളിലേക്കുള്ള ഒരു എൻട്രൻസ് ഗേറ്റ് ആണ് കേട്ടോ ഇത്. ഇതൊരു കുളമാണ്. ഈ കുളം എന്ന് പറയുന്നത് ശിവലിംഗത്തിൻ്റെ പീഠ പോലെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓ, എന്തൊരു ആർക്കിടെക്ചർ! അയ്യോ, എന്തൊരു കൊത്തുപണിയാ!
ഈ ദുർഗ ടെമ്പിൾ ഒരു ഹൈന്ദവ ടെമ്പിൾ ആയെങ്കിലും ഇത് പണി കഴിപ്പിച്ചത് ഒരു ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ എന്താ പറയുക, കന്നഡയിൽ, ഓൾഡ് കന്നഡയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീ ജിനാലയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ. എന്തായാലും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു ബുദ്ധി വൈഭവം നമുക്ക് കാണാം. എന്ത് രസമായിട്ടാണല്ലേ പണി കഴിപ്പിച്ചത്. ഇത് ഈ ദുർഗാ ടെമ്പിളിലെ മുഖമണ്ഡപം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഏരിയ ആണ്. ഇത് എന്താ പറയുക, പണ്ടത്തെ കാലത്ത് സോഫ സിസ്റ്റം ആണെന്ന് അവിടെ ഗൈഡ് പറയുന്നത്. അതായത് വിസിറ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണിത്. പിന്നെ ഈ തൂണുകളില്ലേ, അതൊക്കെ സിംഗിൾ സ്റ്റോണിൽ നിർമ്മിച്ചതാണ്. പിന്നെ ഇത് ഒരു 7ാം സെഞ്ച്വറിയിൽ നിർമ്മിച്ച ടെമ്പിളാണ്. അപ്പോൾ ചാലൂക്യസിൻ്റെ ഇവിടെ ഐഹോളയിലുള്ള ലാസ്റ്റ് ടെമ്പിൾ എന്ന് പറയുന്നത് ഈ ദുർഗാ ടെമ്പിളാണ് കേട്ടോ. ഈ ഒരു അമ്പലത്തിൽ തൂണുകളൊന്നും മുഴുവനായിട്ട് കംപ്ലീറ്റഡ് ആയിട്ടില്ല. ആ കാണുന്ന തൂൺ മാത്രമാണ് 100% കംപ്ലീറ്റ് ആയത്. ബാക്കിയെല്ലാം എന്താ പറയുക 75-50% ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലേ ആ പില്ലർ എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റോണിൽ നിർമ്മിച്ചതാണെന്ന്. ഇപ്പോൾ ആ ഒരു പില്ലർ എന്ന് പറയുന്നത് 5 ഡിസൈനാണുള്ളത്. ആ 5 ഡിസൈൻ ഏതൊക്കെയാണെന്ന് നമ്മുടെ ഗൈഡായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് കേട്ടോ. 5 designs. First one snake design. സ്നേക്ക്. Second one flower. Flower. Third one pillar. Pillar. Human body. Human body. Crocodile. കുക്കടി. Oh, Crocodile. Actually, madam, is Yamuna and Ganga. The great river Yamuna and Ganga. Yamuna vehicle tortoise. Ganga vehicle crocodile. Crocodile. Is good. Actually, 1005 aspect of this is Bermuda. Oh, Bermudas. Chalukyas. Actually, this one Vishnu vehicle Garuda. Garuda. Okay. Shiva vehicle Nandi. Vishnu vehicle Garuda. ഗരുഡ. Actually, madam, Adishesha. Top. Adishesha 7 head cobra. Madam, Patarthal Badami 3 head cobra 5. But this temple 7 head cobra Sapta Nagaraja. Oh, oh. നാഗരാജൻ. ഈ ഇതിൻ്റെ റൂഫിൽ ദ്രൗപദി സ്വയംവരത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട് കേട്ടോ. മറ്റേ അർജുനൻ മത്സ്യത്തെ ഇങ്ങനെ അമ്പെയ്ത് വീഴ്ത്തി ദ്രൗപദിനെ കല്യാണം കഴിക്കുന്ന ആ ഒരു ഇതും, അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ മത്സ്യാവതാരം രണ്ടും കൂടെയും ആ ഒരു ഇതിനകത്ത് റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നത്തെ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഗെയിംസിൻ്റെ ഒരു കൊത്തുപണിയാണ് കേട്ടോ ഇത്. ഈ ഒരു അമ്പലത്തിലെ ഐഡിയൽ ഇപ്പോൾ ഇല്ല കേട്ടോ. കാരണം 18th സെഞ്ച്വറി ആയപ്പോൾ ബ്രിട്ടീഷുകാർ വന്നല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഐഡിയൽസൊക്കെ അവർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു നല്ല ഐഡിയലായിരുന്നു എന്നാണ് തന്നെ. അപ്പോൾ ആ ഐഡിയൽ ബ്രിട്ടീഷുകാർ അങ്ങോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് ഇവിടെ ഐഡിയലൊന്നും ഇല്ല. Actually, madam, 1005 aspect, hairstyles, jewelers and dresses designs, small family, wife, husband, wife, baby, 3 places, you, family. Yeah. Actually, sir, 1005 hairstyle में snake hairstyle, snake hairstyle. City में big rings, ringings, actually big. City में new fashion, but old is gold fashion. But Mangala Sutra, single, and necklace, small baby, bangle, miniskirt. Oh, miniskirt. Actually leg chain. നമ്മൾ പഴയ കാലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 1005 aspect. എത്ര 5500, അതായത് 5th സെഞ്ച്വറിയുടെ കാര്യമല്ല, 7th സെഞ്ച്വറി, റൈറ്റ്? Actually, madam, baby cut, bob cut, hairstyles. Oh, hairstyles. This window. So inside natural system, but outside swastik design. വാ ശരി. Single അന്നേരം stone 5 swastik. 1 2 3 4 5. Single stone 5 swastik, sir. This is single stone. Single stone, sir. 5 swastik. ഇത് ഒരു സ്റ്റോണിലാണ് ഇത് കൊത്തിക്കുന്നത്. അയ്യോ, പീസല്ലത്. So hairstyle, Kerala hairstyles, side hairstyle, Kerala hairstyles.
അതായത് നമ്മുടെ പഴയ കച്ചവടത്തിൽ Shakuntala Devi. This actually flower designs. ഫ്ലവയോ? ഫ്ലവർ. Actually, madam, this is a crocodile design. Ilical sari, females, border design. ഇത് സാരിയിലൊക്കെ ഒന്നുണ്ടായിരുന്നു. Actually, madam, Mongolian hairstyle. മംഗോളിയൻ ചൈനീസ് മംഗോളിയൻ ചൈനീസ് ഇല്ല മംഗോളിയൻ This is Krishna. കൃഷ്ണ ബാലകൃഷ്ണ ബാലകൃഷ്ണ. Krishna. ഇടുന്നുണ്ട്, ശരി ഇടാൻ പറ്റുന്നില്ല. Japanese hairstyle. ജപ്പാനീസ് This is a Japanese hairstyle. ജാപ്പനീസിന്റെ അമ്മ. Actually, it's actually Vishnu ka chakra. വിഷ്ണു ചക്ര ഇത് മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമാണ് കേട്ടോ. ഇത് മഹിഷാസുര മർദ്ദിനിയായ ദുർഗയുടെ പ്രതിമയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഐഹോളിലെ എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു. എല്ലാ കാഴ്ചകളും കണ്ടു എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം നമുക്ക് എല്ലാ കാഴ്ചകളും കാണണമെങ്കിൽ ഒരു 2-3 ദിവസം ഇവിടെ താമസിച്ച് കാണേണ്ടി വരും. എന്തായാലും നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ കാഴ്ചകളും തന്നെ കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോണിമെൻ്റ് ഏതാണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതാകുമ്പോൾ നമുക്ക് ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.